ഇന്നത്തെ അറിയിപ്പുകൾ. പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാൻ ഇനി വിവാഹ സർട്ടിഫിക്കറ്റ് വേണ്ട. പകരമായി ഇനി മുതൽ ഇരുവരുടെയും ഒന്നിച്ചുള്ള ഫോട്ടോ പതിച്ച സംയുക്ത പ്രസ്താവന മതിയാകും. പാസ്പോർട്ടിൽ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ പേര് ചേർക്കുമ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റിന് പകരം ഇനി മുതൽ ഇരുവരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ പതിച്ച സംയുക്ത പ്രസ്താവന മതിയാകും. ഇതിന്റെ മാതൃക അനുബന്ധമായി വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് സേവാ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു. പാസ്പോർട്ട് അപേക്ഷാ നടപടികൾ കൂടുതൽ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. പുനർവിവാഹത്തെ തുടർന്ന് ഭാര്യയുടെയോ ഭർത്താവിന്റെയോ പേരു മാറ്റാനും സംയുക്ത പ്രസ്താവന മതിയാകും. അതേസമയം പാസ്പോർട്ടിൽ നിന്ന് ദമ്പതികളിൽ ഒരാളുടെ പേര് നീക്കം ചെയ്യണമെങ്കിൽ മരണ സർട്ടിഫിക്കറ്റോ കോടതി ഉത്തരവോ ഹാജരാക്കണം. ഇനി മുതൽ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആവശ്യമായ ഇടങ്ങളിലെല്ലാം അനുബന്ധമായി പാസ്പോർട്ട് സേവാ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ച സംയുക്ത പ്രസ്താവന മതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സമയപരിധി നിശ്ചയിച്ചു. കാലതാമസവും അധിക സാമ്പത്തിക ബാധ്യതകളും ലഘൂകരിക്കുന്നതിനായാണ് നീക്കം. കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, അത് ബന്ധപ്പെട്ട ലാൻഡ് അക്വിസിഷൻ അതോറിറ്റിക്ക് സമർപ്പിക്കുക, കൈവശം വയ്ക്കൽ, പരിവർത്തനം ചെയ്യൽ എന്നിവയ്ക്കെല്ലാം വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥർ ആഴ്ചതോറും ഭൂമി കൈമാറ്റ പ്രക്രിയ നിരീക്ഷിക്കണം. ഭൂമി ഏറ്റെടുക്കൽ നോട്ടീസിൽ എതിർപ്പുള്ള ഭൂവുടമകൾക്ക് ആവശ്യമായ നടപടികൾക്കായി 21 ദിവസത്തെ സമയം അനുവദിക്കുക എന്നതുകൂടി കണക്കിലെടുത്താണ് ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. 1956 നാഷണൽ ഹൈവേ ആക്ട് പ്രകാരം NHAIക്ക് ഭൂമി ഏറ്റെടുക്കാവുന്നതാണ്. പത്രങ്ങളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 21 ദിവസത്തെ കാലയളവ് എതിർപ്പുകൾ സമർപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. സമയപരിധി പാലിക്കാത്തതിനാൽ ഇതുവരെ ദേശീയപാത പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കൽ വൈകുകയും അതുവഴി ചെലവ് വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വിഷയം ചർച്ച ചെയ്യുകയും ഭൂമി ഏറ്റെടുക്കലിൽ സമയപരിധി നിബന്ധന നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇൻഡിഗോ എയർലൈൻസ് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 2 നിന്നുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കും. ടെർമിനലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് മാറ്റം. ടെർമിനലിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഈ മാറ്റമെന്ന് അധികൃതർ അറിയിച്ചു. ഇനി മുതൽ ഇൻഡിഗോയുടെ എല്ലാ വിമാനങ്ങളും ടെർമിനൽ 1, ടെർമിനൽ 3 എന്നിവിടങ്ങളിൽ നിന്നായിരിക്കും പ്രവർത്തിക്കുക എന്നും കമ്പനി പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നു. ഡൽഹി T2 ടെർമിനലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഏപ്രിൽ 15 മുതൽ എല്ലാ വിമാനങ്ങളും T1ലേക്ക് മാറ്റും. ഏതൊക്കെ വിമാനങ്ങളാണ് ടെർമിനൽ മാറ്റുന്നത് എന്നതിന്റെ ലിസ്റ്റ് ഇൻഡിഗോയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇത് സംബന്ധിച്ച് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത യാത്രക്കാർക്ക് ഇമെയിൽ വഴിയും വാട്സ്ആപ്പ് വഴിയും അറിയിക്കുമെന്നും കമ്പനി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ റെയിൽവേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരെ നിയമിക്കുന്നു. 9970 ഒഴിവുകളാണുള്ളത്. തിരുവനന്തപുരം RRBയിൽ 148 ഒഴിവുകളുണ്ട്. ITI, ബിരുദം, എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 18നും 30നും ഇടയിൽ പ്രായമുള്ളവർക്കും അപേക്ഷിക്കാം. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവനുവദിക്കും. വനിതാ, ട്രാൻസ്ജെൻഡർ, SC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 250 രൂപയും മറ്റുള്ളവർക്ക് 500 രൂപയുമാണ് ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 11.